ഉത്തർപ്രദേശിൽ നിന്നുള്ള ജ്യോതി എന്ന പെൺകുട്ടിയെടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളോടും പെൺകുട്ടികളോടും ഒരു കാര്യം പറയാനുള്ളത്. ജ്യോതിയുടെ വിവാഹം തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായുള്ള സപ്താപതി എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങിൽ വെച്ച് വരൻ 20 ലക്ഷം രൂപയും ഒരു ബ്രസ്സ കാറും ആവശ്യപ്പെട്ടു. വിവാഹം തീരുമാനിച്ച് ബന്ധുക്കളെയൊക്കെ വിളിച്ചൊരു ചടങ്ങ് നടക്കുന്ന സമയമല്ലേ എന്ന് വിചാരിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എങ്ങനെയെങ്കിലും വരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. സാധാരണ രക്ഷിതാക്കൾ അങ്ങനെയാണ് ചെയ്യുക. വിവാഹം തീരുമാനിച്ച ആളുകളോടൊക്കെ പറഞ്ഞില്ലേ, ഇനി ഇത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ച് അവരെങ്ങനെയെങ്കിലുമൊക്കെ പൈസയൊക്കെ ഒപ്പിച്ചു കൊടുത്ത് അത് നടത്താൻ ശ്രമിക്കും. ഇത് തന്നെയാണ് അദ്ദേഹവും ചെയ്യാൻ നോക്കിയത്. പക്ഷെ ജ്യോതി ഒരു തീരുമാനമെടുത്തു. 20 ലക്ഷം രൂപയും ബ്രസ്സ കാറും കൊടുത്തിട്ടുള്ള ഒരു വിവാഹം എനിക്ക് വേണ്ട എന്നവർ തീരുമാനിച്ചു. എനിക്ക് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളോടാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമ്മുടെ മുമ്പിൽ വരുന്ന പല കേസുകളിലും വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന വേളയിൽ വലിയ സ്ത്രീധനം എന്ന പേര് പറയാതെ ആവശ്യപ്പെടുന്ന ഒരുപാട് കേസുണ്ട്. അങ്ങനെ വിവാഹം നടന്നിട്ട് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തതിൻ്റെ കഥകളും നമ്മുടെ മുമ്പിലുണ്ട്. ചില ആളുകൾ വിവാഹ മൂല്യമായിട്ട് സ്ത്രീകൾക്ക് കുറച്ച് സ്വർണം കൊടുക്കും. ആ സ്വർണത്തിന് തുല്യമായി അവർക്ക് സ്ത്രീകൾ തിരിച്ച് സ്വർണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. പല രീതിയിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളിലൂടെയാണ് ആളുകൾ വിവാഹത്തിലേക്ക് കിടക്കുക. രക്ഷിതാക്കൾ പാവങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും കല്യാണം നടത്തി വിടുകയും ചെയ്യും. ധീരമായ തീരുമാനമെടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കാരണം സാമ്പത്തിക താല്പര്യങ്ങളോടെ വിവാഹത്തിലേക്ക് വന്ന ആളുകളുണ്ടെങ്കിൽ അത് തുടർ ജീവിതത്തിലും പ്രതിഫലിക്കും. അവിടെ സ്നേഹവും സമാധാനവും അണ്ടർസ്റ്റാൻഡിങ്ങും കാരുണ്യവും ഒന്നുമല്ല വർക്ക് ചെയ്യുക. പിന്നെയും പണം തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിവാഹം എന്നത് മഹത്തായ ഒരു കാര്യമാണ്. അത് സമ്പത്തിൻ്റെ പേരിൽ, ഭൗതിക താല്പര്യങ്ങളുടെ പേരിൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മഹത്തായ മൂല്യം അതിൽ നിന്ന് ലഭിക്കില്ല. ഇത് തിരിച്ചറിവായി നിങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരണം.